ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫെയറിന്റെ ക്ലാസ് ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. 10 കറണ്ട് അഫെയറുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാനലിലൂടെ കൂടുതലായിട്ട് ആളുകൾ കാണുന്നത് കറണ്ട് അഫെയറിന്റെ ക്ലാസ് തന്നെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതായത് SSCRT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ സയൻസും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഒരുപാട് വ്യൂവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കറണ്ട് അഫെയർ ഇങ്ങനെ ചെയ്തു പോവാണ്. ഓക്കെ, മാത്രമല്ല നമ്മൾ നമ്മുടെ കേരള ഫാക്ട്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 100 എണ്ണമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ അതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം അത്രയും ഡെപ്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാത്രമല്ല നമ്മളതൊക്കെ അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ഇനി കവർ ചെയ്യാനുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ അത് നിങ്ങൾ യൂസ് ചെയ്യണം. എപ്പോഴെങ്കിലും ഫ്രീ ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് ഒന്ന് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ കറണ്ട് അഫെയറിന്റെ ക്ലാസ്സിലേക്ക് കടക്കല്ലേ? എല്ലാവരും റെഡി ആയിരിക്കും. ഇന്നത്തെ 10 കറണ്ട് അഫെയർ ഇതാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് വൺ, സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണ്? INS സുമിത്രയാണ്. അപ്പൊ സൊമാലിയൻ കടൽ കൊള്ളക്കാര് റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന് പേരുള്ള മത്സ്യബന്ധന ബോട്ടിനെയാണ് കേട്ടോ മോചിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇറാന്റെ ആണ് ബോട്ട്, മത്സ്യബന്ധന ബോട്ട് എന്ന് ഓർത്തു വെക്കുക. അതിന്റെ പേര് ഇമാൻ എന്നാണ്. ഓക്കെ, അപ്പോ അതിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് INS സുമിത്ര. ക്ലിയർ ആയില്ലേ? സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ INS സുമിത്ര. ക്ലിയർ? നെക്സ്റ്റ്, സെക്കൻഡ് വൺ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? INS ഇംഫാൽ ആണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച, തദ്ദേശീയമായിട്ട് എന്ന് ഓർത്തു വെക്കട്ടാ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് എന്ത്? INS ഇംഫാൽ. ഓക്കെ, ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ളവ വിക്ഷേപിക്കാനാവും. ഇത് ഉപയോഗിച്ചിട്ട് ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ളവ വിക്ഷേപിക്കാനാവും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. തേർഡ് വൺ, ഇന്ത്യയിലെ ആദ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഓർത്തു വെക്കണം കേട്ടോ. ആദ്യത്തേതാണ് ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്ന ദേശീയപാത ഏതാണെന്നാണ് ചോദ്യം. NH66, അതായത് മുംബൈ ടു ഗോവെ നാഷണൽ ഹൈവേ ആയ NH66ലാണ് ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത്. ഈ ഒരു സ്റ്റീൽ സ്ലാഗ് റോഡിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് CSIR, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. CSIR CRRI എന്ന് പറഞ്ഞ CSIR സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് അതിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നല്ല ഓർമ്മ വേണം കേട്ടോ. അത് നിലവിൽ വന്ന ദേശീയപാത ഏതാണെന്ന് ചോദിച്ചാൽ NH66 ആണ്. അതായത് മുംബൈ ടു മുംബൈ ഗോവെ നാഷണൽ ഹൈവേ ആണ് കേട്ടോ. ഫോർത്ത് വൺ, 2024 ജനുവരിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് ഏതാണ്? LIC ഓഫ് ഇന്ത്യയാണ്. ഓർത്തു വെക്കട്ടാ, LIC ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, എന്താണ്? 2024 ജനുവരിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ട് മാറിയത് LIC ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, ഫിഫ്ത്ത് വൺ, 2024 ജനുവരിയിൽ അറബിക്കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പൽ. അറബിക്കടൽ ഒരു കടൽ വീണ്ടും വന്നിട്ടുണ്ടല്ലേ? അറബിക്കടലിൽ വീണ്ടും വന്നല്ല കേട്ടോ. അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും മോചിപ്പിച്ച
ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പൽ ഏതാണ്? MV ലില നോർഫോക്ക്. ഓക്കെ, MV ലില നോർഫോക്ക് ആണ് എന്ത് 2024 ജനുവരിയിൽ അറബിക്കടലില് കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പൽ. അതിൽ മൊത്തം ഉണ്ടായിരുന്നത് 21 പേരാണ്. അതില് 15 പേര് ഇന്ത്യക്കാരായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ 2024 ജനുവരിയില് അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലാണ് MV ലില നോർഫോക്ക്. ഓക്കെ, 6th one 2024 ജനുവരിയിൽ ഇന്ത്യയും ആരൊക്കെയാണ്? ഇന്ത്യ, അതുപോലെ തന്നെ UAEയും അതുപോലെ ഫ്രാൻസും തമ്മിൽ നടത്തിയ വ്യോമ അഭ്യാസമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഡെസേർട്ട് നൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2024 ജനുവരിയിലാണ് കേട്ടോ. 2024 ജനുവരിയിൽ ഇന്ത്യയും UAEയും ഫ്രാൻസും തമ്മിൽ നടത്തിയ വ്യോമ അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് നൈറ്റ് എന്ന പേരിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് 7th one രാജ്യത്തെ 1 കോടി വീടുകളിൽ പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന? രാജ്യത്തെ 1 കോടി വീടുകളില് പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇനീഷ്യലി 22,079 വീടുകളിലാണ് അത് നടത്തി പ്രവർത്തനം ആരംഭിച്ചത്. 96.24 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇപ്പൊ പ്രസന്റ്ലി അതിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 8th one തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് PSLV C58. അതായത് ഈ എക്സ്പോസാറ്റ് മീൻസ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C58 ഉപയോഗിച്ചിട്ടാണ് അത് വിക്ഷേപിച്ച ലോഞ്ച് വെഹിക്കിൾ, അതായത് PSLV C58. ഓക്കെ, തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ISROയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ് PSLV C58, അതിന്റെ ലോഞ്ച് വെഹിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് 9th one ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതിയിൽ വീണ്ടും പ്രയോജനപ്പെടുത്താനുള്ള ISROയുടെ പദ്ധതി. അതായത് ഉപഗ്രഹങ്ങളെ അവിടെ എത്തിക്കുന്ന റോക്കറ്റുകൾ ഉണ്ടല്ലോ, അതിനെ വീണ്ടും വേറെ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ISROയുടെ പദ്ധതിയാണ് POEM-3. എന്താണ് POEM-3? അതായത് PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂള് 3. ഓക്കെ, POEM-3 എന്താണ്? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂള് 3. നെക്സ്റ്റ് 10th one ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഉപഗ്രഹം വിക്ഷേപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 2ാമത്തെ. അതായത് ബ്ലാക്ക് ഹോളുകളെ കുറിച്ചിട്ട് തമോഗർത്തങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ബ്ലാക്ക് ഹോളുകളെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപഗ്രഹം വിക്ഷേപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 2ാമത്തെ രാജ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 10 കറണ്ട് അഫെയറുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫെയറുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഏതൊക്കെ കറണ്ട് അഫെയർ പഠിച്ചാലില്ലെങ്കിൽ ഇതെന്തായാലും കമ്പൽസറി പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.